ഒരു റൗണ്ട് കാർഡ്ബോർഡ് എടുത്ത് അതിൽ വൈറ്റ് പെയിൻറ്റോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ഒട്ടിക്കുകയോ ചെയ്യുക. പിന്നെ മുറ്റത്ത് നിന്ന് ഒരു ചുള്ളിക്കഷ്ണം ഒടിച്ചെടുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു നല്ലൊരു മരച്ചില്ല പോലെ കിട്ടാനായി വേണ്ടാത്തതെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ആ റൗണ്ട് ഷേപ്പിൽ വെച്ച് നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങനെ ഗ്ലൂ ചെയ്യാവുന്നതാണ്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഫെവിക്കോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഗ്ലൂ ഗൺ പെട്ടെന്ന് ഒട്ടും. പിന്നെ ഇത് കാർഡ്ബോർഡുമായിട്ട് ടച്ച് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഗ്ലൂ ഗൺ ചേർത്താൽ മതിയാകും. പിന്നെ കുറച്ച് റോസ് പെയിൻറ്റും അതിൽ കുറച്ച് വൈറ്റ് പെയിൻറ്റും പിന്നെ കുറച്ച് മെറ്റാലിക് പിങ്ക് പെയിൻറ്റും ചേർത്ത് മിക്സ് ചെയ്ത് പിസ്ത ഷെല്ലിൽ കളർ ചെയ്യുക. ഞാനിവിടെ കുറേയേറെ ഷെല്ലുകളിൽ പിങ്ക് കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ചിലതിൽ അകത്തും ചിലത് പുറത്തുമായിട്ട്. ഇനി കുറച്ച് ഗ്രീൻ പെയിൻറ്റും പിന്നെ കുറച്ച് വൈറ്റ് മെറ്റാലിക് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. പിസ്താഷ്യലിൻ്റെ മുകളിലും കുറച്ച് പിസ്താഷ്യലിൻ്റെ അകത്തും ഉള്ളിലുമായിട്ട് കളർ ചെയ്തെടുക്കുക. പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് യെല്ലോ കളറും അതിന് മുകളിൽ കുറച്ച് റെഡ് കളറും കളർ ചെയ്ത് കട്ട് ചെയ്യുക. പിന്നെ അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അതിനെ വീണ്ടും റോൾ ചെയ്ത് ഒരു പൂവിൻ്റെ ഷേപ്പിൽ എടുക്കുക. നമുക്ക് നേരത്തെ കളർ ചെയ്ത് വച്ചിരിക്കുന്ന പിസ്താഷ്യലിൽ പിങ്ക് കളർ എടുക്കാം. അതിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിക്കാം. 2 എണ്ണം ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം അതിന് നടുക്കിൽ നേരത്തെ നമ്മൾ പൂവിൻ്റെ ഷേപ്പിൽ വച്ചിരുന്ന പേപ്പർ വയ്ക്കാം. ഇപ്പോൾ നല്ലൊരു പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ ലീഫിനായിട്ട് ഗ്രീൻ കളറിൽ അടിച്ചു വച്ചിരിക്കുന്ന പിസ്താഷ്യൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി മുട്ടിനായിട്ട് നമുക്ക് 2 പിസ്താഷ്യൽ എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം അതിന് താഴെ ഗ്രീൻ പിസ്താഷ്യല് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ആദ്യം ഒട്ടിച്ചു വച്ചിരുന്ന വൈറ്റ് കാർഡ്ബോർഡ് എടുക്കുക. അതിൽ നമ്മുടെ ഇഷ്ടാനുസരണം ഈ പൂക്കൾ അവിടെ എവിടെയാണ് ഒട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്തോ ഇഷ്ടപ്പെടാത്തതുപോലെ തോന്നുന്നതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തു. പിന്നെ ഔട്ട്ലൈനായിട്ട് ഗോൾഡൻ കളറും കൊടുത്തു. ഇതിലേതാ ഇഷ്ടപ്പെട്ടതെന്നൊന്നും പറഞ്ഞേക്കണേ. Please like my video, share your friends, subscribe. Thanks for watching.